ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു 14 വയസ്സുകാരനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, സത്യമാണ്. അമേരിക്കയിലാണ് ഈ സംഭവം അരങ്ങേറിയത്, അതും വർഷങ്ങൾക്ക് മുൻപ്. എന്തിനായിരിക്കാം ആ ബാലനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടാവുക? ഈ സംഭവത്തെ പറ്റി കൂടുതൽ അറിയുന്നതിന് മുൻപ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. വർഷം 1929 ഒക്ടോബർ 21. അമേരിക്കയിലെ സൗത്ത് കരോലിനിയയിൽ ജോർജ് ടിന്നി സീനിയറിനും എമി ബ്രൗൺ സ്റ്റിന്നിക്കും മകനായി ജോർജ് ടിന്നി ജൂനിയർ ജനിച്ചു. അദ്ദേഹത്തിന് 2 സഹോദരന്മാരും 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. ജോർജ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കുടുംബത്തിലെ അംഗമായിരുന്നു. സ്റ്റാനിയുടെ കുടുംബം ആൽഗുളു എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മില്ലിൽ ജോലി ചെയ്തിരുന്നു. അവിടെ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലായിരുന്നു താമസം. വർഷങ്ങൾ കടന്നുപോയി. 1944 ഒരു സൂര്യപ്രകാശമുള്ള ദിവസം. സൗത്ത് കരോലിനിയയിൽ വംശീയ വിവേചനം അലയടിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ജോർജ് ടിന്നിക്ക് അന്ന് 14 വയസ്സ്. തന്റെ സഹോദരിയോടൊപ്പം വീടിന് പുറത്ത് കളിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് 11 വയസ്സുകാരി ബെറ്റി ജൂണും 8 വയസ്സുള്ള മേരി തെംസും എന്ന 2 വെളുത്തവർഗ പെൺകുട്ടികൾ പൂക്കൾ പറിക്കാനായി അവിടേക്ക് എത്തിയത്. പൂക്കൾ ഇവിടെ എവിടെ കിട്ടും? അവർ ജോർജിനോട് ചോദിച്ചു. ജോർജ് ചിരിച്ചുകൊണ്ട് പൂക്കൾ എവിടെ കിട്ടുമെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആ പെൺകുട്ടികൾ നടന്നുപോയി. വൈകുന്നേരമായിട്ടും ആ പെൺകുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഗ്രാമത്തിൽ എല്ലാവർക്കും പേടിയായി തുടങ്ങി. അവർ ആ പെൺകുട്ടികളെ എല്ലായിടത്തും അന്വേഷിക്കുവാൻ ആരംഭിച്ചു. ജോർജ് ടിന്നിയുടെ അച്ഛനും അവരോടൊപ്പം തിരച്ചിലിന് സഹായിച്ചു. തിരച്ചിലിനൊടുവിൽ അവിടെയുള്ള വെള്ളച്ചാട്ടത്തിന് സമീപത്തായി പെൺകുട്ടികൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. അധികം വൈകാതെ തന്നെ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തി. കറുത്ത വർഗക്കാരെ സംശയിക്കുന്ന മനോഭാവത്തിൽ തന്നെ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്തു. ആ പെൺകുട്ടികളുടെ തലയിൽ ആഴമുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ചുറ്റികയുടെ വലിപ്പമുള്ള വൃത്താകൃതിയിലുള്ള ഒരു മൂർച്ചയേറിയ ഉപകരണം ഉപയോഗിച്ച് തലയിൽ ശക്തമായി അടിച്ചിരുന്നു. അതിൽ മുതിർന്ന പെൺകുട്ടിയെ ക്രൂരമായി നശിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്ത പോലീസുകാർ ജോർജിന്റെ വീട്ടിലെത്തി. നിഷ്കളങ്കനായ ജോർജ് അവരെ കണ്ടതായും അവരെ പൂക്കൾ പറിക്കാനായി അവിടേക്ക് പറഞ്ഞയച്ചതായും മൊഴി നൽകി. അതോടുകൂടെ പോലീസുകാരുടെ മുഖഭാവം മാറി. നീയാണ് അവരുമായി അവസാനമായി സംസാരിച്ചതും അവരെ കണ്ടതും, അതിനാൽ നീയാണ് കൊലയാളി എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. പാവം ജോർജ്, അവൻ പേടിച്ചു വിറച്ചു നിന്നുപോയി. അവന്റെ മാതാപിതാക്കൾക്ക് പോലും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പെൺകുട്ടികളെ കൊലപ്പെടുത്തി എന്ന സംശയത്തിന്റെ പേരിൽ ജോർജിനെയും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ജോണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ ജോണിനെ അവർ വിട്ടയച്ചു. പക്ഷേ ജോർജിനെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്നു. അവനെ ചോദ്യം ചെയ്യാനായി ഒരു മുറിയിലേക്ക് അവർ കൊണ്ടുപോയി. പോലീസ് യൂണിഫോം ധരിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്കിടയിൽ ആ 14 വയസ്സുകാരൻ ഒറ്റയ്ക്കായിരുന്നു. അവരുടെ ഭീഷണിക്ക് മുൻപിൽ അവൻ പേടിയോടെ കുറ്റം സമ്മതിച്ചു. അതായിരുന്നു അവനെ കുടുക്കിയ ഏക കൺഫെഷൻ. 1000-ഓളം വരുന്ന വെളുത്ത വർഗ്ഗക്കാരുള്ള ഒരു കോടതിയിൽ അവനെ ഹാജരാക്കി. ജോർജിന് വേണ്ടി വന്ന അഭിഭാഷകനെ കേസ് ശരിയായി അവതരിപ്പിക്കാൻ പോലും അവർ സമയം നൽകിയില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് ജഡ്ജി വിധി പറയുന്നു: മരണശിക്ഷ. എന്നാൽ ജയിലിലെ അവന്റെ അവസ്ഥ എന്തായിരുന്നു? വെറും 14 വയസ്സുകാരൻ, 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി. അവനെ കാണുമ്പോൾ ജയിലിലെ മുതിർന്ന തടവുകാർക്ക് അത്ഭുതമായിരുന്നു. ഇവനെ പോലൊരു കുട്ടി കൊലയാളിയാവുമോ? പലരും അഭിപ്രായപ്പെട്ടു. ജോർജ് ശരിക്കും വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അവൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ജയിലിൽ എല്ലാവരും അവനെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയുമാണ് പെരുമാറിയിരുന്നത്. കാരണം എല്ലാവർക്കും അറിയാമായിരുന്നു, ജോർജ് ഒരു കുറ്റക്കാരനല്ല, മറിച്ച് വംശീയതയുടെ ഒരു ഇര മാത്രമാണെന്ന്. അദ്ദേഹത്തിനെ കാണാൻ മാതാപിതാക്കൾക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ തന്റെ സഹോദരിയെ കാണണമെന്നുള്ള ആവശ്യം മാത്രം പോലീസുകാർ നിരസിച്ചു. സ്റ്റിന്നിയുടെ കുടുംബവും പള്ളികളും ആൺകുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് ഗവർണർക്ക് ദയാഹർജി നൽകി. പക്ഷേ മറ്റുള്ളവരുടെ പ്രേരണയാൽ ആ ദയാഹർജി തള്ളിക്കളയുകയാണുണ്ടായത്. അവന്റെ മരണദിവസം അടുക്കുന്തോറും ഇലക്ട്രിക് ചെയർ സ്വപ്നം കണ്ട് അവൻ പേടിച്ച് നിലവിളിച്ച് എഴുന്നേൽക്കുമായിരുന്നു എന്ന് ഗാർഡുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എക്സിക്യൂഷൻ ഡേ ആയി. വലിയ ഇലക്ട്രിക് ചെയർ. ജോർജ് വളരെ ചെറുതായിരുന്നതിനാൽ ഉയരത്തിനായി ബുക്കുകൾ വെച്ചിരുത്തി. ഒരു കുട്ടിയെ കൊല്ലാൻ പോകുന്നതിന് സാക്ഷ്യം വഹിക്കാനാകാതെ ഗാർഡുകൾ മുഖം തിരിച്ചു.
സ്വിച്ച് ഓൺ ചെയ്യുന്നു. വൈദ്യുതിയുടെ ശബ്ദം. ജോർജിന്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കുന്നു. 2000-ങ്ങളിൽ ഈ കേസ് വീണ്ടും പരിശോധിക്കപ്പെട്ടു. ജോർജിന്റെ കൺഫെഷൻ പോലീസ് പ്രഷറിൽ നിന്നുമുണ്ടായ ഒരു ഫാബ്രിക്കേഷൻ ആണെന്ന് തെളിഞ്ഞു. ജോർജിന്റെ ഹൈറ്റും സ്ട്രെങ്തും ഒന്നും തന്നെ കൊലപാതകം ചെയ്യാൻ മതിയാകില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ 70 വർഷങ്ങൾക്ക് ശേഷം 2014-ൽ ജോർജിന് നീതി ലഭിച്ചു. ഈ കഥ അല്പനേരമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വർഗീയത പരത്താൻ വരുന്നവരോട് നിങ്ങൾ ദയവ് ചെയ്ത് നോ എന്ന് തന്നെ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. നന്ദി.